ജനാധിപത്യത്തെ അവഹേളിക്കലാണ് ഈ നടപടി. ഇതൊരു മടിയുമല്ല. എല്ലാ ദിവസവും പാർലമെന്റിലെ ഓഫീസിലെത്തും. എന്നാൽ രാജ്യസഭയിലോ ലോക്സഭയിലോ പ്രവേശിക്കില്ല. പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. പാർലമെന്റിന്റെ അജണ്ടയിൽ ആ മന്ത്രിയുടെ പേരുമുണ്ട്. എന്നാൽ പോലും പാർലമെന്റിലെത്തില്ല. നടപടിക്രമങ്ങളുടെ ഭാഗമാകില്ല. പാർലമെന്റിനെ അവഹേളിക്കലല്ലാതെ ഇതു പിന്നെ എന്താണ്? ഒരിക്കൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഹികെട്ട് രാജ്യസഭാ അധ്യക്ഷൻ തന്നെ മന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ്. പാർലമെന്റിൽ വരണമെന്ന് ആവശ്യപ്പെടുന്ന അസാധാരണമായ സംഭവമുണ്ടായി. എന്നിട്ടും കൂട്ടാക്കിയില്ല. അതിനെയും വെല്ലുവിളിച്ച് തന്നെ ഇപ്പോഴും നടക്കുന്നു. മറ്റാരുമല്ല, ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പാർലമെന്റിൽ നിന്നും ഒളിച്ചോടി നടക്കുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോഴും പാർലമെന്റിൽ എത്താത്തത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ പോലീസ് അതിക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. പെല്ലറ്റ് ഗൺ ഉൾപ്പെടെ പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. ആരുടെ അനുവാദത്തോടു കൂടിയായിരുന്നു ഈ ആക്രമണം എന്നാണ് പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആഭ്യന്തരമന്ത്രി സഭയിൽ വന്നാലല്ലേ പ്രസ്താവനയ്ക്ക് പ്രസക്തിയുള്ളൂ എന്നാണ് BJP നിലപാട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി സഭയിലേക്ക് വരുന്നതേയില്ല. പ്രതിപക്ഷം പക്ഷേ ഒരിഞ്ച് പിന്നോട്ട് പോയിട്ടില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭം കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമെല്ലാം അണയും എന്നായിരുന്നു ഭരണപക്ഷം കരുതിയത്. പക്ഷേ ഈ ചോദ്യങ്ങൾ പ്രസക്തമാണെന്ന് പ്രതിപക്ഷം ഇപ്പോഴും പറയുന്നു. ഉത്തരം കിട്ടാത്ത ഈ ചോദ്യങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിയാണ് ഉത്തരം നൽകേണ്ടതെന്നും പ്രതിപക്ഷം പറയുന്നു. ആഭ്യന്തരമന്ത്രിയാകട്ടെ താൻ പറയില്ല എന്ന പിടിവാശിയിലും. എല്ലാ ദിവസവും സഭ ചേരുന്നത് ചുരുങ്ങിയ സമയം മാത്രമാണ്. നീറ്റ് ബില്ലിൽ മാത്രമാണ് പ്രതിപക്ഷം സഹകരിച്ചത്. മറ്റെല്ലാ സമയത്തും പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇത്രമാത്രം: ആഭ്യന്തരമന്ത്രി സഭയിലെത്തണം. ദില്ലിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് മറുപടി നൽകണം. പക്ഷേ അതുമാത്രം നടന്നിട്ടില്ല. ഒരിക്കലെങ്കിലും ആഭ്യന്തരമന്ത്രി സഭയിൽ വന്നിരുന്നെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും വരികയോ മറുപടി നൽകാൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്നതാണ് സത്യം. ഒരുതരം ഒളിച്ചോടൽ തന്നെ. ഈ ഒളിച്ചോടലിന് പിന്നിൽ കൃത്യമായ ഒരു കാരണമുണ്ട്. ആരെയാണ് അമിത്ഷാ തള്ളിപ്പറയേണ്ടത്? പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ തള്ളിപ്പറയുക എന്നത് ഇപ്പോൾ ആത്മഹത്യാപരമാണ്. ബീഹാർ ബൈ ഇലക്ഷൻ അത് തെളിയിച്ചു കഴിഞ്ഞു. ജൻസികളെ ഒപ്പം ചേർക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയും RSS തലവനുമെല്ലാം കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ അമിത്ഷാ അവരെ തള്ളിപ്പറയുന്നത് ആത്മഹത്യാപരം എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാനാകും? അതുകൊണ്ട് തന്നെ പ്രക്ഷോഭകാരികളെ അമിത്ഷായ്ക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. പിന്നെ തള്ളിപ്പറയേണ്ടത് സ്വന്തം സേനയെയാണ്. പെലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആര് നിർദ്ദേശം നൽകിയെന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. അവിടെ ഒരു ഉദ്യോഗസ്ഥന്റെ പേരുണ്ടാകണം. അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കേണ്ടി വരും. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതും ആത്മഹത്യാപരം തന്നെ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആക്രമണത്തിനിരയായവർ സാധാരണ കുട്ടികളായിരുന്നു ഏറെയും എന്നതാണ് സത്യം. വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധമില്ലാത്ത കുട്ടികളായിരുന്നു ഏറെ ഉണ്ടായിരുന്നത്. മധ്യവർഗ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഏറെ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. അവരെ തല്ലിച്ചതച്ചത് ആര് എന്ന ചോദ്യത്തിന് അമിത്ഷാ ഉത്തരം പറയേണ്ടി വരും എന്നത് അമിത്ഷായെ കുഴക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് അമിത്ഷാ സഭയിലെത്താൻ മടിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അമിത്ഷാ സഭയിലെത്തി മറുപടി നൽകുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ചില കണ്ടീഷൻസ് ഉണ്ട്. പ്രതിപക്ഷം മിണ്ടരുത്, പ്രതിപക്ഷം ചോദ്യം ചോദിക്കരുത്, അമിത്ഷായെ പറയാൻ അനുവദിക്കണം. അതാണ് കണ്ടീഷൻ. അമിത്ഷായ്ക്ക് മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കണം എന്ന് മാത്രം പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പ്രതിപക്ഷത്തിന് അക്കാര്യത്തിൽ നിശിതമായ വിമർശനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾ പ്രതിപക്ഷം ചോദിക്കാൻ തന്നെയാണ് സാധ്യത. ഏകപക്ഷീയമായി ഒരു പ്രസ്താവന നടത്തി മടങ്ങാൻ അമിത്ഷായ്ക്ക് കഴിയില്ല എന്നർത്ഥം. പ്രത്യേകിച്ചും ഇത്ര നാളും അമിത്ഷാ സഭയിലെത്താത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷം കൂടുതൽ വീറോടെ ആ ചോദ്യങ്ങളിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അമിത്ഷാ സഭയിലെത്തുന്നതിന് കാത്തിരിക്കുകയാണ് പ്രതിപക്ഷം. അമിത്ഷാ സഭയിലെത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക? കാത്തിരുന്ന് കാണാം.